ഹായ്, എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലിൻ്റെ പേര് ലൈലി ലൈഫ് സ്റ്റൈൽ വിത്ത് അബ്രാമി എന്നാണ്. സ്കിൻ കെയർ, ഹെയർ കെയർ റിലേറ്റഡ് വീഡിയോസാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ ചാനൽ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം കൂടി പ്രസ് ചെയ്യൂ. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ, മിസ് ചെയ്യാതെ വാച്ച് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടന്നാലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് ഇതെന്ത് കോലമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും അല്ലേ. ഞാൻ മുടി എങ്ങനെയൊക്കെയോ കെട്ടി നോക്കി, പക്ഷേ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് വാരിപ്പിടിച്ച് മണ്ടയിലോട്ട് കെട്ടി വെച്ചത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. നമ്മുടെ ഫേസിലൊക്കെ കുഞ്ഞു കുഞ്ഞു രോമങ്ങൾ നമുക്ക് സർവ്വസാധാരണമായി കാണാറുണ്ടല്ലേ. പണ്ടൊക്കെ നമ്മൾ അങ്ങനെ വിട്ടേക്കും. ഞാനും അതിനൊക്കെ വലിയ മൈൻഡൊന്നും കൊടുത്തിരുന്നില്ല. ഒരു +2 ഒരു ഡിഗ്രി ലെവൽ വരെ ഞാനും അങ്ങനെ അങ്ങ് വിട്ടു. പിന്നെ ഞാൻ ഈ മേക്കപ്പ് ഐറ്റംസൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് എന്തോ ഫൗണ്ടേഷനൊക്കെ ഇടുമ്പോൾ ഈ ഹെയർ ഇരിക്കുന്നത് എനിക്ക് എന്തോ ഒരു അഭംഗിയായി തോന്നുന്നു. അല്ലെങ്കിൽ എനിക്ക് ഓപ്പൺ പോർട്സൊക്കെ ചെറുതായിട്ടുണ്ടോ ഓയിലി സ്കിൻ ആയതുകൊണ്ട്. അപ്പോൾ ഈ ഫൗണ്ടേഷനൊക്കെ അങ്ങും ഇങ്ങും ഒക്കെ തട്ടി തടഞ്ഞൊക്കെ ഇരിക്കുന്ന ഒരു ഫീലിംഗ് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹെയർ എടുത്ത് കഴിയുമ്പോൾ ഒരു എക്സ്ട്രാ ബ്രൈറ്റ്നസ്സും തോന്നാറുണ്ട് ഫേസിന്. ഫൗണ്ടേഷനൊക്കെ ഈ ഒരു ഹെയറിൽ പറ്റി പിടിച്ചിരിക്കുന്ന ആ ഒരു രീതിയും പിന്നെ അങ്ങനെ കാണാറില്ല. ഫൗണ്ടേഷനൊക്കെ ഇടുമ്പോൾ വളരെ സ്മൂത്തായിട്ട് പോകുന്നൊരു രീതിയാണുള്ളത്. അപ്പോൾ ഞാൻ എടുക്കാറുണ്ട് ഫേസിലെ ഹെയർസൊക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ മിക്കവരും എടുക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെ ആയിരിക്കും എടുക്കുന്നത്? നമ്മളെപ്പോഴും ഒന്ന് പാർലറിൽ പോകാൻ ആരും അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല അല്ലേ. അപ്പോൾ ഓടി ഓടി പോകാനും നമുക്കിപ്പോൾ അടുത്ത് തന്നെ ഒരു ഫംഗ്ഷനുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലെന്തെങ്കിലും പെട്ടെന്നൊക്കെ ഒരു ഫേഷ്യൽ കിറ്റ് വാങ്ങിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും മിക്കവരും ചെയ്യാറോ. നമ്മൾ നിസ്സാര കാര്യത്തിന് ഓടി ഓടി പാർലറിലേക്ക് പോകാറില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്തായിരിക്കും ചെയ്യുന്നത്? നമ്മൾ കൈ കിട്ടുന്ന ഒരു റൈസർ, ഫേസിൽ ഉപയോഗിക്കുന്ന റൈസർ എടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് എടുത്ത് കളഞ്ഞിട്ട് അങ്ങ് പോകാറാണല്ലേ പതിവ്. പക്ഷേ അങ്ങനെ എടുക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഇല്ല. എന്നാലും ചിലർക്കെങ്കിലും ഇത് കുറച്ചൊന്ന് തിൻ രീതി മാറിയിട്ട് കുറച്ചുകൂടെ ഒന്ന് കട്ടി കൂടി വളരാനും പിന്നെ ഇത് വേഗം വളർന്നു വരാനും ചാൻസാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു നൂല് വെച്ചോ വാക്സിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത് വളരെ പതിയെ വരുള്ളൂ. പക്ഷേ റേസർ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് പെട്ടെന്ന് വരുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ വാക്സിങ് നല്ലൊരു മെത്തേഡാണ്. പക്ഷേ നമ്മൾ ഓടി പാർലറിൽ അങ്ങനെ പോകണമെന്നില്ല അല്ലേ. അപ്പോൾ നമുക്ക് വീട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും? വീട്ടിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഒരു നൂല് മാത്രം മതി കേട്ടോ. നമ്മൾ തയ്ക്കുന്ന മെഷീൻ്റെ ആ ഒരു നൂലുണ്ടല്ലോ, അതായാലും മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ ത്രെഡ് ചെയ്യുന്ന നൂലാണുള്ളത്. അപ്പോൾ നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് കെട്ടിടാം. അപ്പോൾ ഈ ഒരളവിന് എടുക്കാം. ഇത്രയും ഒരളവ് കേട്ടോ. ഈ കയ്യിൽ പിടിച്ച് നോക്കുക. ഇവിടം വരെ വരുന്ന ഈ അളവിന് എടുക്കുക. ഒരു 5-6 റൗണ്ട് ചുറ്റുക. അത്രയും മതി, 4-5. അതിന് ശേഷം നമുക്ക് ഈ ഹെയർസ് എടുക്കാൻ പോവുകയാണ് കേട്ടോ. എനിക്കുണ്ട്, കാണാമോ എന്നറിയില്ല കേട്ടോ. ഇവിടെയൊക്കെ ഹെയർ ഉണ്ട് എനിക്ക്. പിന്നെ ഈ കവിളിൻ്റെ സൈഡിലൊക്കെ വരും. അപ്പോൾ ഞാൻ മിക്കപ്പോഴും ഇങ്ങനെയാണ് ഹെയർ എടുക്കുന്ന രീതി. അപ്പോൾ ഇത് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് അധികം പെട്ടെന്ന് വളരില്ല കേട്ടോ. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. പിന്നെ നമുക്ക് ഓടി ഓടി പാർലറിനൊക്കെ പോകാൻ മടിയുള്ളവരാണെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് പഠിച്ച് വെച്ചാൽ പെട്ടെന്ന് എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. 5-6 രീതിയിൽ ഒന്നും കൂടി കെട്ടിടുന്ന കാണിച്ചു തരാം. ഈ നൂലിനെ ഇങ്ങനെ പിടിക്കുക. അതിനെ 1, 2, 3, 4 ഇങ്ങനെ ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ ഇതുപോലെ കെട്ടായിട്ട് വരും. ഇതുപോലെ. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു വി ഷേപ്പ് ഉണ്ടല്ലോ, ഈ വി ഷേപ്പിനുള്ളിലാണ് നമ്മൾ ഹെയർ കയറ്റേണ്ടത്. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ തള്ളി പിടിക്കുമ്പോൾ ഇത് ഇങ്ങനെ ആക്കുമ്പോൾ ഓപ്പൺ ആവും, ക്ലോസ് ആവും, ഓപ്പൺ ആവും, ക്ലോസ് ആവും. അങ്ങനെയാണ് ഇതിൻ്റെ മെക്കാനിസം. അപ്പോൾ ഇങ്ങനെയാണ്. ഈ കൈ ഒന്ന് വികസിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ തള്ളി നമ്മൾ ഈ കൈ വിരലുകൾ ഉപയോഗിച്ച് ഇങ്ങനെ തള്ളി ഇങ്ങോട്ട് വെച്ചു. അതിനുശേഷം നമുക്ക് എവിടെയാണോ ഹെയർ ഇതുപോലെ ഒന്ന് തള്ളിക്കൊടുക്കുക. കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ തള്ളിക്കൊടുക്കുക. ഹെയർ എല്ലാം പിഴുത് വരും. കണ്ടോ, ചെറിയ പെയിൻ എടുക്കും. ഈ ഒരു ഏരിയയും കൂടെ ആയതുകൊണ്ട് ഭയങ്കര സെൻസിറ്റീവാണ്. എന്നാലും ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ. വളരെ പതിയെ വരുള്ളൂ. ചെറിയ പെയിനുണ്ട്. അപ്പോൾ നിങ്ങൾ പെയിൻ സഹിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. താഴെ എടുക്കുമ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് എടുക്കാം കേട്ടോ. ഈ സൈഡിലെല്ലാം നമുക്കിത് ഈ രീതിയിൽ എടുത്തു കൊടുക്കാം. നന്നായിട്ട് ഹെയർ കയറി വരും. കണ്ടോ,
സൈഡിലുള്ള രോമ ഫുള്ള് വരും. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ഹെയറിൽ ഫേസിലെ ഹെയറൊക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.